അത് നമ്മൾ പറയില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സാഡാണ്, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പറയില്ലേ? അതുപോലെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണിപ്പോൾ? നിങ്ങളുടെ മൂഡ് എന്താണ്? ഹാപ്പിയാണ്. ഓക്കെ. എല്ലാവരും ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാ? അങ്ങനെ ഒറ്റവാക്കിൽ അവസാനിപ്പിക്കുക. അൺഹാപ്പി. ഓക്കെ, നമ്മളടുത്ത് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാട്ടോ. എന്തായാലും ഹാപ്പി ആയിട്ടുള്ളവർ ഇങ്ങനെ തന്നെ പോട്ടെ, ഹാപ്പി അല്ലാത്തവർ ഒക്കെ ഓക്കെ ആയിട്ട് ഹാപ്പി ആവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ മൂഡ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ മൂഡ് ഡിസോർഡേഴ്സാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. മെയിനായിട്ട് ബൈപ്പോളാർ ഡിസോർഡർ, അതായത് ഡിപ്രഷൻ, മാനിയ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താണ് മൂഡ് അല്ലെങ്കിൽ ഇമോഷൻസ്, അഫക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ഫ്ലക്ച്വേഷൻസ്. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മൂഡ് ഭയങ്കര ലോ ആണ്. ഇങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ടേമാണത്. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ചബിളി ഇത് യൂസ് ചെയ്യും. ഇമോഷൻസ് ആണ് മൂഡ്, അല്ലെങ്കിൽ മൂഡാണ് ഇമോഷൻസ്, ഇങ്ങനെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് മൂഡ്, എന്താണ് ഇമോഷൻസ്, അത് അഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ടേംസിൻ്റെയൊക്കെ മീനിങ് ശരിക്കും അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയാം. ഇപ്പം ഞാനൊരാൾ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു, കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നെങ്കിൽ അയാളുടെ അടുത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. ഇയാൾ എന്നെ ചീത്ത പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടാവുന്ന ആ ഒരു വികാരത്തെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഫക്റ്റ്, ഈ ഒരു ഇമോഷൻ ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾക്കൊരു വികാരം ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് പ്രകടിപ്പിക്കുമല്ലോ. അങ്ങനെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിനെ എങ്ങനെയാണോ നമ്മളത് പ്രകടിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ എഫക്റ്റ് എന്ന് പറയുക. ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയർ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കയ്യിലുള്ള എന്തെങ്കിലും സാധനം എടുത്ത് എറിയുന്നുണ്ടാവും, തോന്നിയ പോലെ ചീത്ത പറയുന്നുണ്ടാവും, ഭയങ്കര ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ? സന്തോഷം വരികയാണെങ്കിൽ നമ്മൾ ചിരിക്കുന്നുണ്ടാവും, നല്ലപോലെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ്. അപ്പോൾ ഈ ഔട്ട്വേർഡ് എക്സ്പ്രഷനെയാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ മൂഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ്, ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചു നിങ്ങളെ മൂഡ് എന്താണെന്ന് വെച്ചപ്പോൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹാപ്പിയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ഇന്നത്തെ ഒരു ദിവസത്തെ ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ള കാര്യം വെച്ചിട്ടാണോ നിങ്ങൾ പറഞ്ഞത്? ഈ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഞാൻ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ബേസ് ചെയ്തിട്ടാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടായ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടാണോ പറഞ്ഞിട്ടുള്ളത്? റിപ്ലൈ തരൂ. ഇപ്പോഴുള്ളത് ഇന്നത്തെ ദിവസമാണ് ഓക്കെ. അപ്പോൾ അത് നമ്മളുടെ എന്താണ്, ഇമോഷൻസ് ആണ്, നമ്മളുടെ മൂഡല്ല. മൂഡെന്ന് പറയുന്നത് കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ട്, ഈ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും സാഡ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇമോഷനാണ്. പക്ഷേ മൂഡെന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് നമുക്കുള്ള ഒരവസ്ഥ. ഇപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, നോർമലായിട്ടുള്ള മൂഡ് ഉണ്ടാവും. ചില ദിവസം നല്ലതായിരിക്കും, ചില ദിവസം മോശമായിരിക്കും. പക്ഷേ ആ ദിവസങ്ങളൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഈ കഴിഞ്ഞ മാസം അത്ര നല്ലതല്ലായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ ഭയങ്കര ലോ ആയിരുന്നു. ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് മൂഡെന്ന് പറയാം. അല്ലാത്തത് കുറച്ച് സമയത്തേക്ക് ഉള്ളതിനെയാണ് പെട്ടെന്ന് മാറാൻ പറ്റുന്നത്, സിറ്റുവേഷൻ അനുസരിച്ച് മാറുമെങ്കിൽ. ഇപ്പം ഞാൻ കരയാണ്, ആരെങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് തന്നു, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു, അപ്പം ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, അതിന് ഇമോഷൻ എന്നാണ് പറയുക, മാറിക്കൊണ്ടിരിക്കും. പക്ഷേ മൂഡെന്ന് പറയുന്നത്
നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇമോഷനെയാണ് മൂഡ് എന്ന് പറയുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിൽ സാഡാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് മൂഡ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, എന്തെങ്കിലും പറയാനാണോ മൈക്ക് ഓൺ ചെയ്തത്? അല്ലെങ്കിൽ അറിയാതെ തട്ടിപ്പോയതാണോ? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കരുതേ. ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ മൂഡിനെ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 2 എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷൻസാണ് ഡിപ്രഷനും മാനിയയും എന്ന് പറയുന്നത്. നമുക്ക് ഇടയ്ക്ക് സന്തോഷം ഉണ്ടാവും, ഇടയ്ക്ക് സങ്കടം ഉണ്ടാവും, ഇടയ്ക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും, നോർമലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ. ചിലപ്പോൾ ചെറിയ സങ്കടം ഉണ്ടായാൽ അതിനെ നമുക്ക് ഡിപ്രഷനാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഡിപ്രഷൻ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഡിപ്രഷനല്ല. ഒരു മനുഷ്യൻ്റെ നോർമൽ ലൈഫിൽ എല്ലാ ആൾക്കാരും അനുഭവിക്കുന്ന കാര്യമാണ് ചെറിയ സങ്കടങ്ങൾ ഉണ്ടാവുക, സന്തോഷങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പേടികൾ ഉണ്ടാവുക, ദേഷ്യം വരിക. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണ്, നോർമലാണ്. പക്ഷേ അതിൻ്റെ 2 എൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഡിപ്രഷൻ ആൻഡ് മാനിയ. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ കേട്ട ഡിപ്രഷൻ എന്താ? എന്താണ്, എക്സ്ട്രീം സാഡ്നെസ് ആണോ അല്ലെങ്കിൽ പറഞ്ഞോ? ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരേ കാര്യത്തിനെ കുറിച്ചിട്ട്, ബാക്കിയൊന്നും ഓർമ്മയുണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രീമായിട്ടുള്ള അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള സാഡ്നെസ് ആണ് ഡിപ്രഷനിൽ ഉണ്ടാവുക. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആണ്, എനിക്ക് ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടിയിരുന്ന കാര്യങ്ങളിലൊന്നും എനിക്കൊരു പ്രത്യേകമായിട്ട് എനിക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഉറക്കം വരികയാണ്, അതുപോലെ എനിക്ക് ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ തോന്നില്ല, ഒരു ക്ഷീണം പിടിച്ച അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് ഡിപ്രഷനിലുള്ള വ്യക്തികൾ കടന്നു പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ്, ഒരു സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ 2 വീക്സ് 2 ആഴ്ചത്തോളം ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയാം. അല്ലാതെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു 2 ദിവസം സങ്കടം ഉണ്ടായി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു, അതിനെ നമ്മൾ ഒരിക്കലും ഡിപ്രഷൻ എന്നല്ല പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു ടേമും കൂടിയാണിത്. ഇപ്പം എന്ത് സങ്കടം വന്നാലും ഒരാളിപ്പോൾ കരയുകയാണെങ്കിൽ അവൻ ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ അവൾ ഡിപ്രഷനിലാണ്, ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. കുറച്ച് ദിവസം, ഒരു 1-2 ദിവസം ഒരാൾക്കൊരു സങ്കടം ഉണ്ടാവുക എന്ന് പറയുന്നത് നോർമലാണ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതിനനുസരിച്ച് നമ്മൾ ഇമോഷൻസ് കാണിക്കുക എന്ന് പറയുന്നത് നോർമലാണ്. നമ്മൾ സങ്കടം വന്നാൽ കരയും, അത് കുറച്ച് ദിവസങ്ങളിലേക്ക് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അതൊരു 2 വീക്സിന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഡിപ്രഷനായിട്ട് പറയുക. 2 വീക്സ് മാത്രം നോക്കിയാൽ പോരാ, ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കണം. ദെൻ മാനിയ എന്ന് പറയുന്നത് ഡിപ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഭയങ്കരമായിട്ടുള്ള ഉന്മാദം ഉണ്ടാവുക. ഡിപ്രഷൻ എന്ന് വെച്ചാൽ വിഷാദം, മാനിയ എന്ന് വെച്ചാൽ ഉന്മാദം. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുക, ഭയങ്കരമായിട്ട് ആഹ്ലാദം അല്ലെങ്കിൽ ഭയങ്കര ആനന്ദം തോന്നിക്കൊണ്ടിരിക്കുക. ഇപ്പം സങ്കടം തോന്നേണ്ട അവസ്ഥകളിൽ പോലും പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നുന്നില്ല, ഭയങ്കര ചില്ലായിട്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു റിയാലിറ്റിയിൽ നിന്ന് മാറി എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് മാനിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് മാനിയ ആവുക, എപ്പോഴാണ് ഡിപ്രഷൻ ആവുക എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് മൂഡ് ഡിസോർഡേഴ്സിനെ നമുക്ക് 2 ടൈപ്പായിട്ട് പറയാം, യൂണിപോളാറും ബൈപോളാറും. ഈ ടേംസ് ഒന്നും പഠിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. യൂണിപോളാർ എന്ന് പറയുന്നത് ആ ഒരു പേര് പോലെ തന്നെ യൂണിപോൾ, അതായത് ഒരു പോള് മാത്രമേ ഉള്ളൂ. ഡിപ്രഷൻ മാത്രമേ അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഡിപ്രഷനും മാനിയയും 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. അതിൽ യൂണിപോളാർ ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ
അവിടെ ഡിപ്രഷൻ്റെ എപ്പിസോഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ബൈപ്പോളർ ആണെന്നുണ്ടെങ്കിൽ ഡിപ്രഷനും ഉണ്ടാവും, മാനിയൻ്റെ എപ്പിസോഡ്സും ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് യൂണിപോളാർ ബൈപ്പോളാർ എന്ന് പറയാം. യൂണിപോളാർ ആണെങ്കിൽ ഡിപ്രഷൻ മാത്രം, ബൈപ്പോളാർ ആണെങ്കിൽ ഡിപ്രഷൻ്റെ എപ്പിസോഡ്സും മാനിയൻ്റെ എപ്പിസോഡ്സും ഉണ്ടാവും. ദെൻ യൂണിപോളാറിൽ വരുന്ന 2 ടൈപ്സാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡറും ഡിസ്തൈമിയയും. ബൈപ്പോളാറിലാവുന്ന സമയത്ത് ബൈപ്പോളാർ 1, 2, സൈക്ലോതൈമിയ. ഇങ്ങനെ ഇത്രയും ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ സ്പീഡാവുന്നുണ്ടോ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങളിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം കേട്ടോ. ഓക്കെ, അപ്പം മേജർ ഡിപ്രസീവ് ഡിസോർഡർ യൂണിപോളാറിൽ വരുന്ന ഒരു ടൈപ്പാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ. നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഈ വിഷാദ രോഗമുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആരെങ്കിലും ഉണ്ടോ? വീട്ടിലുണ്ടായിരുന്നു. അവർ എന്തായിരുന്നു, എങ്ങനെയാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തത്, എന്തൊക്കെ സിംറ്റംസാണ് കാണിച്ചിട്ടുണ്ടായേ? അവര് ആദ്യമൊക്കെ എന്തോ ഇത് എന്തെല്ലാം ആരൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതൊന്നും പറയാതെ തന്നെ മിണ്ടാത്തൊരവസ്ഥയായി. അങ്ങനൊന്നും പറയൂല, തന്നെ ഇരിക്കും, ഫുഡൊന്നും കഴിക്കൂല. പിന്നെ കുഞ്ഞുങ്ങളടുത്തൊന്നും മിണ്ടാൻ പറ്റൂല, സംസാരിക്കൂല, നാവൊന്നും വഴങ്ങൂല. ഒരുപാട് എപ്പോഴും ഒരു ഫ്ലുവന്റ് ഉണ്ടാവില്ല സംസാരിക്കുമ്പോ. അക്ഷരങ്ങനെ നടക്കുന്ന പോലെ തോന്നും. ഒരു ഫ്ലാറ്റ് എഫക്റ്റ് എന്നൊക്കെ പറയും, ഒരു വികാരവും പുറത്ത് കാണിക്കാണ്ട് നിൽക്കുന്ന പോലത്തെ അല്ലേ? ഒരു ഫ്ലാറ്റ് എഫക്റ്റ്, ഒരു വികാരവും കാണിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ക്ലോസ് ആയി പോയ പോലത്തെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു സിവിയർ ഡിപ്രഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഒരു അനക്കമൊന്നും ഉണ്ടാവാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അപ്പം മേജർ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് മേജർ ഡിപ്രഷൻ. അതിൽ ഒരു അറ്റ്ലീസ്റ്റ് 2 വീക്സ് 2 ആഴ്ചത്തോളം ഡിപ്രഷൻ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ്റെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിലാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയാം. അപ്പോൾ ഇതിൽ മാനിയൻ്റെ എപ്പിസോഡ്സ്, മാനിയ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. ഭയങ്കര ഒരു ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ള ഒരു ഊർജ്ജസ്വലത കാണിക്കുക, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുക, ഇതൊന്നും മേജർ ഡിപ്രഷൻ്റെ കേസിൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഭയങ്കര അമിതമായിട്ടുള്ള ആ ഒരു വിഷാദം മാത്രമാണ് ഇവരിൽ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനുള്ള ആൾക്കാർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ, അതുപോലെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ഫാമിലിയിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. ദെൻ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മേജർ ഡിപ്രഷൻ ഉള്ളവർ. അവർക്കൊരു പ്ലഷർ കിട്ടില്ല. ഇപ്പം ചില ആൾക്കാർക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, വേറെ എന്തെങ്കിലും ഹോബി കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അന്ന് സന്തോഷം കിട്ടിയിരുന്ന കാര്യങ്ങളിലൊന്നും ഡിപ്രഷൻ വന്നതിന് ശേഷം അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥ മേജർ ഡിപ്രഷൻ്റെ കേസിൽ ഉണ്ടാവും. ഒരു കാര്യത്തിലും സന്തോഷം കിട്ടുന്നില്ല. അതുപോലെ ഹോപ്പ്ലെസ് ആയിരിക്കും, എനിക്കിനി ഒന്നും വരാൻ പോണില്ല, എനിക്ക് നല്ലതൊന്നും ഇനി സംഭവിക്കില്ല, എൻ്റെ ലൈഫ് കഴിഞ്ഞു, ആ ഒരു പ്രതീക്ഷയില്ലായ്മ ഇവരിലുണ്ടാവും. അതുപോലെ വേർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും, എന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, മറ്റുള്ളവർക്കൊന്നും എന്നെ വേണ്ട, ഈ രീതിയിലുള്ള തോന്നലുകൾ ഉണ്ടാവും. ഭയങ്കര ഗിൽറ്റ് ഫീൽ ചെയ്യും, എല്ലാ കാര്യങ്ങളിലും ഒരു കുറ്റബോധം തോന്നുക, കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക. ഇവർക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ എനിക്കിനിയൊന്നും നടക്കാൻ പോണില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, ഇങ്ങനത്തെ തോട്ട്സൊക്കെ ചിലപ്പോൾ ഇവരിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്ത് നിൽക്കാൻ ഇവർക്ക് പറ്റില്ല. ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അവർ ചെയ്യുന്ന ജോലികളിലൊന്നും ഒരു കോൺസെൻട്രേഷൻ ഇവർക്ക് ഉണ്ടാവില്ല. അതുപോലെ സൂയിസൈഡൽ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ നടക്കുമ്പോൾ പോലും
ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ ഒന്ന് വണ്ടി ഇടിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാണ്ടായാൽ മതി, ഈ രീതിയിൽ ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സൂയിസൈഡൽ ഐഡിയേഷൻസും കാണിക്കും. എന്തെങ്കിലും ഹാങ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ നോക്കുക, വെയിൻ കട്ട് ചെയ്യാൻ നോക്കുക, ഈ രീതിയിലുള്ള ആക്ഷൻസ് കാണിക്കും. അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഭയങ്കര ഉറക്കമായിരിക്കും, അതിനെയാണ് ഹൈപ്പർ സോംനിയ എന്ന് പറയുക. വല്ലാത്ത ഉറക്കം, എത്ര ഉറങ്ങിയാലും മതിയാവില്ല. അപ്പോൾ എപ്പോഴും ഒരു ക്ഷീണം പിടിച്ച അവസ്ഥയായിരിക്കും. വീട്ടിലായാലും സ്കൂളിലായാലും ഒക്കെ വന്നിട്ട് കിടന്നുറങ്ങുന്നവരുണ്ടാവും. അപ്പോൾ ഉറങ്ങിയാലും മതിയാവാത്ത ആ ഒരു അവസ്ഥയാണ് ഹൈപ്പർ സോംനിയ. ഇൻസോംനിയ എന്ന് വെച്ചാൽ ഉറക്കം കിട്ടായിക. എപ്പോൾ ഉറങ്ങാൻ കിടന്നാലും അവർക്ക് ഉറക്കം കിട്ടുന്നില്ല. രാത്രി 3 മണിക്ക് 4 മണിക്കും ഒക്കെ ഓണായിട്ടിരിക്കും. ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്, എന്നാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് പേടി വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഇവരിലുണ്ടാവുക. അതുകൊണ്ടൊക്കെ ഉറക്കം കിട്ടാത്ത അവസ്ഥ വരാം. അതിനെയാണ് നമ്മൾ ഇൻസോംനിയ എന്ന് പറയുന്നത്. ദെൻ വെയിറ്റ് ചേഞ്ചസ് ഉണ്ടാവും. നമ്മളെപ്പോഴും ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, നീ ഭയങ്കര തടി വെച്ചല്ലോ, ഭയങ്കര ഫുഡ് അടിയാണല്ലോ എന്ന് പറയും. അതല്ലെങ്കിൽ പറയും, നീ ഭയങ്കര മെലിഞ്ഞ എല്ലും തോലും ആയല്ലോ, വീട്ടിലൊന്നും കഴിക്കാൻ തരലില്ലേ, ഇങ്ങനെ ചോദിക്കും. ചിലപ്പോൾ ഇത് നമ്മൾ ഉള്ളിലൊന്നും ഉണ്ടായിട്ട് ചോദിക്കുന്നതാവില്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്നുള്ള തോന്നലുകൊണ്ട് ചിലപ്പോൾ ഒരു എന്താ പറയുക, കുശലം ചോദിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ചോദിക്കുന്നതാവാം. പക്ഷേ ഈ ഡിപ്രഷനുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇടങ്ങേറ് പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മെലിയുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കുണ്ടാവും. അപ്പോൾ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഒരു സൈഡ്, അത് മാറ്റി വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിപ്രഷൻ്റെ കേസ് പറയുന്ന സമയത്ത് ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് കാരണം മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ എന്താണ്, പെട്ടെന്ന് തടി വെക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാവും. അങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് ഇവരുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അയാളുടെ അവസ്ഥ എന്താണെന്നറിയാതെ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ ഒരു ജോക്ക് പോലെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആളുകളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സൈക്കോളജി പഠിക്കുന്ന നമ്മളെങ്കിലും മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ ആളുകളിലുണ്ടാവും. ചില ആൾക്കാർക്ക് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആളുകൾക്ക് ഡിപ്രഷൻ ഉള്ളവരിൽ ഭയങ്കരമായിട്ട് തടി വെക്കാം. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുഡൊന്നും കഴിക്കാതെ ഭയങ്കരമായിട്ട് മെലിയുകയും ചെയ്യുന്നുണ്ടാവും. അതുപോലെ എപ്പോഴും ഒരു ക്ഷീണിച്ച അവസ്ഥയായിരിക്കും ഇവരിൽ കാണാം. അപ്പോൾ അതാണ് മേജർ ഡിപ്രഷൻ. സവിത എന്തെങ്കിലും പറയാണോ, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാൻ? ഇല്ല, ഒന്നുമില്ല. ചിലർ ഡിപ്രഷൻ ഉള്ളവർ കൂടുതൽ ഫുഡ് കഴിക്കും ഡിപ്രഷൻ വരുമ്പോൾ. അതെ, അത് നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, പെട്ടെന്ന് സ്ട്രെസ് അടിക്കുന്ന സമയത്ത് ഭയങ്കര ഫുഡ് കഴിക്കാൻ തോന്നും. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് സ്ട്രെസ്സ് വന്നാൽ ഞാൻ ബിരിയാണി കഴിക്കുന്നു, പാരഗണിൽ വന്നിട്ട് ബിരിയാണി കഴിക്കുന്നൊക്കെ. അപ്പോൾ അതുപോലെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, നിങ്ങളൊക്കെ ഏത് ടൈപ്പാണ്? ഇങ്ങനെ ഫുഡ് കഴിക്കുമോ, അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോൾ? മൂവിയാണ്. മൈൻഡിനെ എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവി കാണാം, ഫുഡ് നന്നായിട്ട് കഴിക്കും. ഓക്കെ, ഇതൊക്കെ മാലഡാപ്റ്റീവ് ആണ്. നല്ലൊരു വേയിൽ നമ്മളത് സോൾവ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കുറേ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ JPMR, പിന്നെന്താണ് കുറേ ബ്രീത്തിങ് ടെക്നിക്സ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, അങ്ങനെ ജേർണലിങ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ ഈ പറയുന്ന പോലെ അടുപ്പമുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുക, അപ്പോഴൊക്കെ നല്ല റിലീഫ് കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഓരോ ആൾക്കാരും പല രീതിയിലാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ മേജർ ഡിപ്രഷൻ്റെ കേസിൽ ഡിപ്രസീവ് ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സാണ് സൈക്കോതെറപ്പി. സൈക്കോതെറപ്പി മീൻസ് CBT ആണ് മെയിനായിട്ടും ചെയ്യുന്നത്. CBT ചെയ്യാന്ന് വെച്ചാൽ അവരുടെ നെഗറ്റീവ് തോട്ട്സ്, ഡിപ്രഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
അമിതമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം തോട്ട്സിനെ ചേഞ്ച് ചെയ്യുക, ആ ഒരു തോട്ട് പാറ്റേൺ മാറ്റുക എന്നുള്ളതാണ് CBT വഴി ചെയ്യുന്നത്. പിന്നെ ഇൻ്റർപേഴ്സണൽ തെറപ്പി, ഇവരുടെ റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഇൻ്റർപേഴ്സണൽ തെറപ്പി വഴി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈക്കോ തെറപ്പി എന്ന് പറയാം. ദെൻ മെഡിക്കേഷൻസ്, ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാം. ഭയങ്കര ഡിപ്രസീവായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തെറപ്പി ഒന്നും മതിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ട് മരുന്ന് കഴിച്ച് ആ ഒരു ഡിപ്രഷൻ്റെ ലെവലൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം മാത്രമേ സൈക്കോ തെറപ്പിയിലേക്ക് പോവുള്ളൂ. ഓക്കെ, ദെൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഡയറ്റ് എടുക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുക, റെഗുലറായി സ്ലീപ്പ് റെഗുലേഷൻ, ഒരേ സമയത്ത് ഡെയിലി കിടന്നുറങ്ങാനും അതുപോലെ എണീക്കാനും ആ ഒരു റൊട്ടീൻ ക്ലിയർ ആക്കുക. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ പറയുന്നത്. ദെൻ ഡിസ്തൈമിയ, നമ്മൾ യൂണിപോളാർ ഡിസോർഡറിൽ പറഞ്ഞിട്ടുള്ള 2 ഡിസോർഡറാണ്. മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഒന്നാമത്തത്, രണ്ടാമത്തതാണ് ഡിസ്തൈമിയ എന്ന് പറയുന്നത്. ഡിസ്തൈമിയ കുറച്ചും കൂടെ സിവിയറിറ്റി കുറവായിരിക്കും, പക്ഷെ കുറേ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കും. ഇപ്പം മേജർ ഡിപ്രഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു 2 ആഴ്ചത്തോളം, 2 ആഴ്ച വരെയാണ് മേജർ ഡിപ്രഷൻ്റെ സിംറ്റംസ് ഉണ്ടാവേണ്ടത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും അല്ലെങ്കിൽ വിശപ്പ് കൂടുതലും, അതുപോലെ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ മിണ്ടാതിരിക്കുകയും പുറത്തേക്കൊന്നും ഇറങ്ങാതിരിക്കുക, വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സൂയിസൈഡൽ ഐഡിയേഷൻസ് കാണിക്കുക. ഇതൊക്കെ മേജർ ഡിപ്രഷനുള്ള ആൾക്കാർ കാണിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഡിസ്തൈമിയ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ലെവലിൽ കുറച്ച് കുറവുണ്ടാവും, സിവിയറിറ്റി കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് കുറയും. ആൻഡ് പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് ഡിസ്തൈമിയ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷനും ഭയങ്കര കൂടുതലാണ്. 2 വർഷത്തോളം ഈ ലക്ഷണങ്ങൾ കാണിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഡിസ്തൈമിയ ആയിട്ട് പറയാം. അപ്പോൾ കുറച്ചു കാലം നമ്മൾ വിചാരിക്കും ഇത് മേജർ ഡിപ്രഷനാണെന്ന് വിചാരിക്കും, പക്ഷെ അത് നീണ്ടു പോയി ഒരു 2 വർഷത്തോളം ഈ ഡിപ്രഷൻ്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്ര തന്നെ സിവിയറും അല്ല, അത്ര തന്നെ കഠിനമായിട്ടുള്ള സിംറ്റംസും അല്ല കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്തൈമിയ എന്നാണ് പറയാം. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ഫോം ഓഫ് ഡിപ്രഷൻ, അതാണ് ഡിസ്തൈമിയ. അപ്പോൾ എവറി ഡേ, എല്ലാ ദിവസവും ഇവർക്ക് ഒരു മൈൽഡായിട്ടുള്ള രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടാവും. ദെൻ അപ്പോൾ മേജർ ഡിപ്രഷനും ഡിസ്തൈമിയയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈപ്പിൽ വരുന്നതാണ് ബൈപോളാർ ഡിസോർഡർ. യൂണിപോളാർ കഴിഞ്ഞു, ദെൻ ബൈപോളാർ ഡിസോർഡർ. ബൈപോളാർ ആവുമ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഡിപ്രഷനും മാനിയയും ഉണ്ടാവും. ഒരു കാര്യം മാത്രമല്ല, ഡിപ്രഷൻ മാത്രമോ അല്ലെങ്കിൽ മാനിയ മാത്രമോ അല്ല ഉണ്ടാവുക, ഇതിൻ്റെ 2ൻ്റെയും എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ മാനിയനെ തന്നെ നമുക്ക് 2ആയിട്ട് പറയാൻ പറ്റും. മാനിയയിൽ ഹൈപ്പോമാനിയ, ഫുൾ ബ്ലോൺ മാനിയ, ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഹൈപ്പോമാനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസമൊക്കെ മാത്രമേ ഇത് കാണിക്കുള്ളൂ. ഹൈപ്പോമാനിയ ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സന്തോഷം കാണിക്കുക, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക, റിസ്കി ബിഹേവിയേഴ്സ് കാണിക്കുക, ഇതൊക്കെയാണ് ഹൈപ്പോമാനിയയിൽ ഉണ്ടാവുക. ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള തോന്നലുണ്ടാവുക. ഇതൊക്കെ ഹൈപ്പോമാനിയ അല്ലെങ്കിൽ മാനിയേൻ്റെ സിംറ്റംസ് ആണത്. അതൊക്കെ ഒരു മൈൽഡായിട്ടുള്ള രീതിയിൽ ഒരു 4 ദിവസത്തോളം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹൈപ്പോമാനിയ എന്ന് പറയാം. അതേസമയം ഫുൾ ബ്ലോൺ മാനിയ ആവുന്ന സമയത്ത് അത് ഒരാഴ്ചത്തോളം ഉണ്ടാവും. ഈ ഒരു അവസ്ഥ ഒരാളിൽ ഒരാഴ്ച കാലത്തോളം നീണ്ടു നിൽക്കുകയും അതിൻ്റെ ആ ഒരു ലക്ഷണങ്ങളുടെ സിവിയറിറ്റി ഭയങ്കര കൂടുതലുമായിരിക്കും. ഭയങ്കര അമിതമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അപ്പോഴാണ് അത് ഫുൾ ബ്ലോൺ മാനിയ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ നോക്കുക. ഹൈപ്പോമാനിയ ആണെങ്കിൽ 4 ദിവസമായിരിക്കും ലക്ഷണങ്ങൾ ഉണ്ടാവുക. ദെൻ ഫുൾ ബ്ലോൺ ആവുന്ന സമയത്ത് ഒരാഴ്ചത്തോളം
സിവിയർ ആയിട്ടുള്ള രീതിയിൽ ലക്ഷണങ്ങൾ കാണിക്കും. ദെൻ ഈ മാനിക് എപ്പിസോഡിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുമ്പം വല്ലാത്തൊരു ഉന്മേഷം തോന്നുക. ഒരാഴ്ചത്തോളമാണ് കേട്ടോ മാനിയ ഉണ്ടാവുക. മാനിക് എപ്പിസോഡാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കാലത്തോളം ഇത് നീണ്ടു നിൽക്കണം. ആൻഡ് ഭയങ്കര സിവിയർ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇവരിങ്ങനെ വീട്ടിലൊന്നും നിൽക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങി പോവാണ്, ആളുകളുമായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഭയങ്കര ആനന്ദഭരിതമായിട്ട് നടക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നടക്കുക. ഓക്കെ, ആവശ്യമില്ലാത്ത ചിലവുകൾ ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെയൊക്കെയാണ് മാനിയ കാണാൻ പറ്റുക. അപ്പോൾ ഒരു മാനിക്കായിട്ടുള്ള എനിക്ക് പരിചയമുള്ളൊരു പേഴ്സൺ, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 23-24 വയസ്സേ ഉള്ളൂ. ബോയ് ആണ്. പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ പഠിക്കാനൊന്നും പോണില്ല. കുറച്ച് കുറച്ച് ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയും ഈ മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മോനെക്കൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊറുതിമുട്ടാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക. അപ്പോൾ മോൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കൂല. ഈ മാനിക് എപ്പിസോഡ് വരുന്ന സമയത്ത്, അല്ലാത്തപ്പോൾ കുഴപ്പമില്ല, മാനിക് എപ്പിസോഡ് വരുന്ന സമയത്ത് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത കടയിലേക്ക് പോകുന്ന പോലെയാണ് ഇറങ്ങുക. ഇറങ്ങിപ്പോയിട്ട് അടുത്ത കടയിൽ പോയിട്ട് പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ പോക്കറ്റ് അതായത് എന്താ പറയുക, പേഴ്സ് കാണാതെ പോയി, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പൈസ തരുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്തു നിന്ന് പൈസ വാങ്ങും. അങ്ങനെ പൈസ വാങ്ങി കുറച്ചധികം പൈസ കിട്ടുമല്ലോ. ഈ പൈസ കൊണ്ടുപോയിട്ട് ഇവൻ പുറത്തെവിടേക്കെങ്കിലും ട്രാവൽ ചെയ്ത് പോകും. എന്നിട്ട് അവിടെ എത്തി തിരിച്ചു വരാൻ പൈസ ഇല്ലാണ്ടാവുമ്പം ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കളവുകളൊക്കെ ചെയ്തിട്ട് ഒന്നെങ്കിൽ പോലീസ് പിടിക്കപ്പെടും. അപ്പം പോലീസ് പിടിക്കും. അപ്പോൾ നാട്ടിൽ അമ്മേനെ വിളിക്കും. അങ്ങനെ ഈ പോലീസ് കേസ് കാര്യങ്ങളായിട്ട് നടക്കും. അതുപോലെ ഭയങ്കരമായിട്ട് മദ്യപിക്കും. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുകയും ലാവിഷായിട്ട് ഇങ്ങനെ ഉള്ള പൈസ ഇവൻ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഈ ആൽക്കഹോൾ വാങ്ങി കൊടുക്കുക, മദ്യപിക്കുക, എന്നിട്ട് അങ്ങനെയും വഴക്കുകൾ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയാണ് മാനിക് ആവുന്ന സമയത്ത് ഇയാൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ചെറിയ രീതിയിലുള്ള കളവുകൾ കാണിക്കുകയും ഇങ്ങനെ ഈ ഒരു ഇറങ്ങി നടപ്പും. നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇപ്പോൾ ഇയാൾക്ക് എന്താ പറയുക, അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകളുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും. എനിക്ക് ദൈവത്തിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച എന്തും നടക്കും. ഈ രീതിയിലൊക്കെയാണ് ഇത്തരം മാനിക്കായിട്ടുള്ള വ്യക്തികൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വല്ലാത്തൊരു എനർജി ആയിരിക്കും ഇവരിൽ ഉണ്ടാവുക. ഇതിൻ്റെ കീ സിംറ്റംസ് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഗ്രാൻഡിയോസിറ്റി. നമ്മൾ പറഞ്ഞ പോലെ സെൽഫ് എസ്റ്റീം ഭയങ്കര കൂടുതലായിരിക്കും. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എന്താ പറയുക സെറ്റിൽഡാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. എനിക്ക് ഭയങ്കര കഴിവുകളുണ്ട്, മറ്റുള്ള ആൾക്കാരെക്കാളും എനിക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്, അല്ലെങ്കിൽ അവരെക്കാളും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഞാൻ ഭയങ്കര സ്കിൽഡാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുക. പിന്നെ സ്ലീപ്പ് ഇവർക്ക് അധികമൊന്നും വേണ്ട വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എനർജി ആയിരിക്കും. ആ ഒരു എനർജി ലെവൽ കൂടുമ്പോഴാണ് ഇവർ ഇത്രയും സംസാരിക്കുകയും ചിരിച്ച് കളിച്ച് നടക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇവർക്ക് ക്ഷീണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 1-2 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ അവരുടെ ആ ഒരു ഉറക്കം അവിടെ കഴിഞ്ഞു. ആ ഒരു സ്ലീപ്പിൻ്റെ ആ ഒരു നീഡ് അവർക്ക് ഉണ്ടാവില്ല. ഉറക്കമില്ലാതെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു ലേഡി ഉണ്ടായിരുന്നു, ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി അങ്ങ് ഇറങ്ങിപ്പോവും, ഉറക്കമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഈ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഈ പാർക്കുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടക്കുന്നിടത്ത് പോയിട്ട് അവിടുന്ന് ചെറിയ തരത്തിലുള്ള മ്യൂസിക് കേട്ടാൽ തന്നെ ഇവർ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുക, ഭയങ്കര ഡാൻസ് കളിക്കുക. ഇങ്ങനെ വീട്ടിലൊന്നും പറയില്ല. ഡോപ്പമിൻ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര വോയിസ് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ
നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇങ്ങനെ ഇറങ്ങിപ്പോയി തുള്ളിച്ചാടി നടക്കുക, അതുപോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഗ്യാങ്ങിലൊക്കെ പോയിട്ട് പെടുക, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അന്ന് ഞാൻ കണ്ട അവർക്ക് ഇപ്പോൾ എന്നെക്കാളും ഏജ് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20, ആ ഒരു കോളേജിൽ പഠിക്കുന്ന പ്രായമേ ഉള്ളൂ. പക്ഷേ ആ പഠിക്കാൻ പോയ എല്ലാ കോളേജുകളിലും ഇടയ്ക്ക് ഇങ്ങനെ കോളേജ് മാറ്റിക്കൊണ്ടിരിക്കും. ഒരിടത്ത് പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത കോളേജിലേക്ക് TC കൊടുത്ത് മാറും. ഇങ്ങനെയാണ് അവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടങ്ങനെ മാറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബോയ്സൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ അവർക്കൊരു ഗ്യാങ് ഉണ്ടാക്കും. അങ്ങനെ ഈ ഡ്രഗ് യൂസിലേക്ക് എത്തിപ്പെടുക, രാത്രിയൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോവുക, ഇങ്ങനത്തെ തരത്തിലുള്ള ബിഹേവിയേഴ്സാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഇവർ ഈ ഒരു മാനിക് എപ്പിസോഡ് മാറി ഡിപ്രഷൻ്റെ ആ ഒരു എപ്പിസോഡിലേക്ക് എത്തിയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് കണ്ടാൽ ഇവർക്ക് മാനിയാണെന്നൊന്നും തോന്നില്ല. കാരണം ഡിപ്രസ്ഡ് ആണ്, അങ്ങനെ സംസാരിക്കാൻ വേണ്ടൊന്നുമില്ല, ഒന്ന് ഒതുങ്ങി കൂടിയിരിക്കും. അപ്പോൾ ഇവർക്ക് ഡിപ്രഷൻ വന്നാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഹൈ ലെവലിൽ ഇതായി കളിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരൊന്ന് ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് തോന്നും നോർമലാണ്, ഇപ്പം മാനിയൊക്കെ മാറി നോർമലാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ ദെൻ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും. നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ ആ ഒരു ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഉണ്ടാവും. ഈ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ ബോറടിക്കും, ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ തന്നെ അതിൽ തുടങ്ങി ഇവർ ബാക്കിയുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദെൻ ഡിസ്ട്രാക്ട് ചെയ്ത് പോവുക. ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യുകയാണ് അപ്പോഴൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയാണ്, ആ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് അവിടെ തന്നെ നിന്ന് സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. ആ ഒരു പോയിന്റ് മാറി വേറെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സംസാരിക്കുന്നതാണെങ്കിൽ ടോപ്പിക്ക് വിട്ട് വേറെ ടോപ്പിക്കിലേക്ക് പോവുക. ഇങ്ങനെ കാട് കയറി സംസാരിക്കുക എന്ന് പറയില്ല. അതിപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമയം എത്രയായി ഇതൊന്നും നോക്കില്ല. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സ്വയം പുകഴ്ത്തുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ആവേശം മൂവിയിലെ ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മാനിക്കാണ്. അപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ ഭയങ്കര ഓർണമെൻറ്റ്സ് അണിഞ്ഞ് നടക്കുക, അതുപോലെ തന്നെ ആരെങ്കിലും പുകഴ്ത്തുന്നത് കാണുമ്പോൾ അതിൽ രോമാഞ്ചം കൊള്ളുക, പിന്നെ എന്താ പറയുക, ഈ പൊട്ട ബിസിനസ്സിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ഭയങ്കര ആനന്ദം കണ്ടെത്തുക, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇങ്ങനെയൊക്കെ പുറമേ നിന്ന് കാണുന്നവർക്ക് വിഡ്ഢിത്തമായിട്ട് തോന്നുമെങ്കിലും അവർക്കുള്ളിൽ അവർ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നും ഞാൻ അടിപൊളിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ളത് ഇങ്ങനെ തോന്നും. അപ്പോൾ അവരത് പറഞ്ഞുകൊണ്ട് നടക്കും. അതിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷിക്കും. അതുപോലെ ഇമ്പൾസിവിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ആലോചിക്കില്ല. എന്ത് തോന്നിയോ അത് ചെയ്യും. അതാരടുത്തും പെർമിഷൻ ചോദിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് എന്താണോ ഇപ്പോൾ തോന്നുന്നത് ഞാൻ അത് എടുത്ത് ചാടി ചെയ്യാം. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്താ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യാൻ, ഇതൊക്കെ യൂസ് ചെയ്താൽ എന്താ പറ്റുക, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുക, സ്മോക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരം ബിഹേവിയേഴ്സിലേക്ക് പെട്ടെന്ന് ചെന്നെത്തും. ദെൻ ഭയങ്കര സിവിയർ ആയിട്ടുള്ള മാനിയാണെന്നുണ്ടെങ്കിൽ അവിടെ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഈ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഡെല്യൂഷനൊക്കെ ഇത്തരം ആൾക്കാരിലുണ്ടാവും. ഹാലൂസിനേഷനും ഡെല്യൂഷനൊക്കെ എന്തായിരുന്നു? സ്കിസോഫ്രീനിയ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഹാലൂസിനേഷൻ? ഹാലൂസിനേഷൻ എന്താണ്? ആരും കാണാതെ കാഴ്ചകൾ കാണും. വെരി ഗുഡ്. ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണുക, അത് ഹാലൂസിനേഷൻ. ഡെല്യൂഷൻ ആകുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ചു കൂട്ടുക, ഇല്ലാത്ത വിശ്വാസങ്ങൾ, ആരും ഒരു എവിഡൻസ് ഇല്ലെങ്കിലും തെറ്റായ കുറേ വിശ്വാസങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതിനെ ഡെല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ റിയാലിറ്റിയുമായിട്ടുള്ളൊരു ബന്ധം അവിടെ നഷ്ടപ്പെടുന്നതും കൂടെ മാനിയയുടെ ഒരു സിംറ്റമാണെന്ന് പറയുന്നത്. അത്രയും സിവിയർ ആവുന്ന സമയത്ത് ഇവർക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല.
ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. നമ്മളൊരു കഞ്ചാവ് അടിച്ച എഫക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ ഉണ്ടാവും. മാനിക്കായിട്ടുള്ള വ്യക്തികൾ ഭയങ്കര അമിതമായിട്ട് ഇത് വരുന്ന സമയത്ത്. അപ്പോൾ ചിലപ്പോൾ ഷോക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലൈസ് ചെയ്യുക, ഇതൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. ദെൻ ടൈപ്സ് ഓഫ് ബൈപ്പോളാർ ഡിസോർഡർ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബൈപ്പോളാറിൽ ഡിപ്രഷനും മാനിയയും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഡിപ്രഷൻ എന്താണ്, മാനിയ എന്താണെന്നുള്ളത് പറഞ്ഞു. ദെൻ ഈ ഒരു ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? അതിലൊന്നാമത്തേത് വരുന്നത് ബൈപ്പോളാർ 1 ആണ്. ബൈപ്പോളാർ 1-ൽ മേജർ ഡിപ്രഷനും അതുപോലെ തന്നെ എന്തേലും പറയുന്നുണ്ടോ? ഫുൾ ബ്ലോൺ മാനിയയും മേജർ ഡിപ്രഷനും ഉണ്ടാവും. ഫുൾ ബ്ലോൺ മാനിയ എന്ന് വെച്ചാൽ എത്ര ദിവസമായിരുന്നു? 1 വീക്ക്. 1 വീക്കിൽ സിവിയർ ആയിട്ടുള്ള രീതിയിൽ മാനിയ ഉണ്ടാവും, അമിതമായിട്ടുള്ള ഉന്മാദം ഉണ്ടാവും. ആ ഒരു 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. മേജർ ഡിപ്രഷൻ്റെ എപ്പിസോഡ് അടുത്ത ഒരു 2 വീക്സോളം എന്തുണ്ടാവും? ഡിപ്രഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ബൈപ്പോളാർ 1 പോകുന്നത്. അതായത് രണ്ടിൻ്റെയും ഒരു മിക്സ് കാണാം. ബൈപ്പോളാർ 1-ൽ മാനിയയുടെയും ഡിപ്രഷൻ്റെയും, അത് ഫുൾ ബ്ലോൺ ആണ്. ആ ഒരു തുടർച്ചയായിട്ട് സിവിയർ ആയിട്ടുള്ള മാനിയയും ഡിപ്രഷനും ബൈപ്പോളാർ 1-ൽ കാണാൻ പറ്റും. ബൈപ്പോളാർ 2 ആവുന്ന സമയത്ത് ഹൈപ്പോമാനിയാണ് ഉണ്ടാവുക. 4 ദിവസത്തോളം മൈൽഡർ ആയിട്ടുള്ള മാനിയാണ് ഉണ്ടാവുക. സിവിയർ അല്ല, വളരെ കുറഞ്ഞ രീതിയിലുള്ള മാനിയയും അതുപോലെ തന്നെ ഒരു മേജർ ഡിപ്രഷൻ്റെ എപ്പിസോഡെങ്കിലും ഉണ്ടാവണം. അങ്ങനെയാണ് ബൈപ്പോളാർ 2 കാണാൻ പറ്റുക. ബൈപ്പോളാർ 2 ആണെന്നുണ്ടെങ്കിൽ മേജർ ഡിപ്രഷൻ്റെ ഒരു എപ്പിസോഡെങ്കിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈപ്പോമാനിയ ഉണ്ടാവും. ദെൻ സൈക്ലോതൈമിയ. മൈക്കൊന്ന് ഓഫ് ചെയ്യോ സുഭാഷ്? ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ സൈക്ലോതൈമിക് ഡിസോർഡർ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ സിവിയറിറ്റി കുറവായിരിക്കും. ബാക്കിയുള്ള ബൈപ്പോളാർ 1-ൻ്റെയും ബൈപ്പോളാർ 2-ൻ്റെയും പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് നോർമലിനല്ല, കുറച്ചും കൂടെ ഒരു ലക്ഷണങ്ങളുടെ അതിനെന്താ പറയുക, ലക്ഷണങ്ങൾ കുറച്ചും കൂടെ കുറവായിരിക്കും. ദെൻ പക്ഷെ അത് ക്രോണിക്കും ആയിരിക്കും. ബൈപ്പോളാർ 1-ഉം 2-ഉം ഭയങ്കര കുറേ കാലങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ സൈക്ലോതൈമിയ ആവുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 കൊല്ലത്തോളം ഉണ്ടാവും. മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ 2 ഇയേഴ്സും, ചെറിയ കുട്ടികളിലും അല്ലെങ്കിൽ അഡോളസൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഇയറുമാണ് സൈക്ലോതൈമിയ ഉണ്ടാവുക. അതിൽ മേജർ ഡിപ്രഷനോ അല്ലെങ്കിൽ ഫുൾ ബ്ലോൺ മാനിയോ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ഡിപ്രഷൻ്റെ മൈൽഡായിട്ടുള്ള ഡിപ്രഷനും അതുപോലെ ഹൈപ്പോ മാനിയുമാണ് സൈക്ലോതൈമിയയിൽ ഉണ്ടാവുക. ഇപ്പോൾ 2 ഇയേഴ്സ് ഇത് കാണുകയാണെങ്കിലാണ് സൈക്ലോതൈമിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇത് നിങ്ങൾക്ക് ടേംസ് എന്തായാലും ഓർമ്മയിൽ ഇപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈപ്പോളാർ 1 ആണെങ്കിൽ സിവിയർ ആണ്, മേജർ ഡിപ്രഷനും ഉണ്ടാവും, ഫുൾ ബ്ലോൺ മാനിയ ഉണ്ടാവും, സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കും. ദെൻ ബൈപ്പോളാർ 2 ആവുന്ന സമയത്ത് ഹൈപ്പോമാനിയയും മേജർ ഡിപ്രഷനുമാണ് ഉണ്ടാവുക. സൈക്ലോതൈമിയ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ മൈൽഡായിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുക. മൈൽഡ് ഡിപ്രഷനും ഹൈപ്പോമാനിയയും ആണ് അതിലുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് മൂഡ് ഡിസോർഡറിൻ്റെ ആ ഒരു ടൈപ്സ് വരുന്നത്. മേജർ ഡിപ്രഷൻ പറഞ്ഞു, ബൈപ്പോളാർ ഡിസോർഡർ 1, ബൈപ്പോളാർ 2, സൈക്ലോതൈമിയ, ഇങ്ങനെ 4 ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസൽ ഫാക്ടർ, എന്തുകൊണ്ട് ഈ ഒരു മൂഡ് ഡിസോർഡേഴ്സ് വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുമ്പോൾ മെയിനായിട്ട് എല്ലാ ഡിസോർഡേഴ്സിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ
ഡിപ്രഷനോ അല്ലെങ്കിൽ മാനിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ഈ രീതിയിലുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് വരിക. നമ്മളുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുക. സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ. കോർട്ടിസോളിൻ്റെ അളവ് അമിതമാവുന്നതും അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമൈൻ അതുപോലെ സെറോട്ടോണിൻ ഇതിൻ്റെ ഒക്കെ അളവ് കുറയുന്നത് അല്ലെങ്കിൽ കൂടുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ മാനിയ പോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സിന് കാരണമാവുന്നത്. ഓക്കെ, ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ജനറ്റിക്സ്, ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ജനറ്റിക്സ് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് നമുക്കിത് ഉണ്ടാവാം. ഹോർമോൺസിൽ ചില ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണം, കോർട്ടിസോൾ പോലെയുള്ള ഹോർമോൺസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാവും. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമൈൻ, സെറോട്ടോണിൻ പോലെയുള്ള കാര്യങ്ങളിൽ കുറവുകളോ കൂടുതലുകളോ ഉണ്ടാവുമ്പോഴും മൂഡ് ഡിസോർഡേഴ്സ് വരാം. ദെൻ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിൽ നമ്മൾ എന്തൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ മാനിയോ ഒക്കെ വരാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പല ക്ലയൻസും വരുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ഒരു പാസ്റ്റ് ട്രോമ പറയാനുണ്ടാവും. ഞാൻ വളർന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്, അതല്ലെങ്കിൽ എനിക്ക് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ രീതിയിലുള്ള അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഇന്നതായിരുന്നു, അതുകൊണ്ട് ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ഈ ഒരു മൂഡ് ഡിസോർഡേഴ്സ് വന്നു എന്നുള്ള കേസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്താണോ അത് റിലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ട്രെയ്റ്റ് എന്താണോ അതനുസരിച്ചിട്ട് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ഇങ്ങനെയും ഇതും ഒരു കോസൽ ഫാക്ടറാണ്. ദെൻ സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടർ. സോഷ്യോ കൾച്ചറൽ പറയുമ്പോൾ പോവേർട്ടി, നമ്മളെ ഫാമിലിയിൽ അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, നല്ല ജോലിയില്ല, അതുകൊണ്ട് തന്നെ നല്ല വരുമാനമില്ല, അവർക്ക് എന്തായാലും ഡിപ്രഷനോ അല്ലെങ്കിൽ മാനിയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ, ഡിപ്രസ്ഡ് ആവാമല്ലോ. അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര തന്നെ സ്ട്രെസ് ഉണ്ടാവും, അതിനനുസരിച്ച് അവർക്ക് ഡിപ്രഷൻ വരാം. ഓക്കെ, അതുപോലെ എന്തെങ്കിലും കടം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം അതുകൊണ്ട് നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് പറയാം. ദെൻ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൊടുക്കുക? അതിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ ഒന്നുകിൽ ആൻറ്റി ഡിപ്രസൻസ് അല്ലെങ്കിൽ മറ്റ് പല മെഡിക്കേഷൻസ് ഉണ്ട്, മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സൈക്കോ തെറപ്പി കൊടുക്കാം, CBT, ഇൻ്റർപേഴ്സണൽ തെറപ്പി, ഫാമിലി അല്ലെങ്കിൽ മറൈറ്റൽ തെറപ്പി, ദെൻ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് സൈക്കോ തെറപ്പീസ്. CBT നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് തോട്ട്സിനെ മാറ്റുക, ആ ഒരു തോട്ട് പാറ്റേണിനെ ചേഞ്ച് ചെയ്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് CBT ചെയ്യുന്നത്. ദെൻ IPT, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ മാറ്റുക, സോഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു സോഷ്യൽ സപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കി തരിക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് IPT ചെയ്യുന്നത്. ദെൻ ഫാമിലി ആൻഡ് മറൈറ്റൽ തെറപ്പി, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറൈറ്റൽ തെറപ്പി കൊടുക്കും, ഫാമിലി തെറപ്പി കൊടുക്കും. ഫാമിലീനെയൊക്കെ ഒന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കും. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു വ്യക്തിയുടെ കണ്ടീഷൻ, അയാൾക്ക് എങ്ങനെ അങ്ങനെ ആ ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടായി, അത് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, അയാളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അയാളെ കൊണ്ടു നടക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ കമ്പൈൻഡ് അപ്രോച്ച്, ചില ആളുകൾക്ക് മെഡിക്കേഷൻ മാത്രം മതിയാവില്ല, മരുന്നുകൾ മാത്രം കൊടുത്താൽ മതിയാവില്ല, അതിൻ്റെ കൂടെ തെറപ്പിയും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലർക്ക് തെറപ്പി മാത്രം മതിയാവില്ല, കൂടെ മരുന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കേസസിൽ ഈ ഒരു കമ്പൈൻഡ് അപ്രോച്ച് യൂസ് ചെയ്യാം, മരുന്നും തെറപ്പിയും ഒരുമിച്ച് കൊണ്ടുപോവാം. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. മൂഡ് ഡിസോർഡേഴ്സിൽ മൂഡ് എഫക്റ്റ് ഇമോഷൻ ഇതെന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഡിപ്രഷൻ ആൻഡ് മാനിയ എന്താണെന്ന് പറഞ്ഞു. മൂഡ് ഡിസോർഡേഴ്സിൽ യൂണിപോളാർ ആൻഡ് ബൈപോളാർ ഇങ്ങനെ 2 ടൈപ്പാണുള്ളത്. അതിൽ മേജർ ഡിപ്രഷനുണ്ട്, ഡിസ്തൈമിയ ഉണ്ട്. അത് യൂണിപോളാറാണ്. ബൈപോളാർ ആവുന്ന സമയത്ത് ഡിസ്തൈമിയ ഒന്നുകൂടെ ഒന്ന് പറയാമോ? അന്നേരം പറഞ്ഞിട്ടുണ്ടോ? ഡിസ്തൈമിയ മേജർ ഡിപ്രഷൻ്റെ കുറച്ചും കൂടെ മൈൽഡർ ആയിട്ടുള്ള ഒരു ഫോമാണ്. മൈൽഡർ എന്ന് വെച്ചാൽ അത്ര തന്നെ അമിതമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കൂല. ഇപ്പോൾ ഈ ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. അത് ഒരാഴ്ചത്തോളമല്ല, 1 വർഷത്തോളം നീണ്ടു നിൽക്കുകയാണ്. 2 years 2 വർഷത്തോളം ഇത് നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അതിനെ ഡിസ്തൈമിയ എന്ന് പറയാം. നമ്മൾ ഒരാൾക്ക് ഡിപ്രഷൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ടു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞു ഒരു വർഷമായിട്ട് ഇയാൾക്കിത് മാറുന്നില്ല, ഇയാൾക്കിത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള എന്താ പറയുക, ഓവറായിട്ടുള്ള സിംറ്റംസ് ഒന്നുമില്ല. ചില സമയത്ത് ഇയാൾ നോർമൽ ആവുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ സിംറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 2 വർഷത്തോളമായിട്ട് ഇയാൾ ഇത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിസ്തൈമിയ എന്ന് പറയും. മൈൽഡായിട്ടുള്ള ഡിപ്രഷനാണ് ഉണ്ടാവുക. അതിങ്ങനെ ഇടയ്ക്ക് മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോ ദിവസവും ഡിപ്രഷൻ്റെ ആ ഒരു എപ്പിസോഡ്, ഡിപ്രഷൻ്റെ സിംറ്റംസ് ഉണ്ടാവും, പിന്നെ ഒന്ന് നോർമലാവും, പിന്നെയും ഈ ഒരു സിംറ്റംസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഡിസ്തൈമിയ കാണുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ മേജർ ഡിപ്രഷൻ, ഡിസ്തൈമിയ ഇത് രണ്ടും യൂണിപോളാറാണ്. പിന്നെ ബൈപോളാറിൽ വരുന്നത് ബൈപോളാർ 1, 2 ആൻഡ് സൈക്ലോതൈമിയ. പിന്നെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞു.